പുതിയ ഒരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നെത്തോലി കൊണ്ട് ഒരു തോരനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുമെന്നും നമുക്ക് നോക്കാം. കാന്താരിയും ഇരുമ്പൻ പുളിയും കൊണ്ടുള്ള നെത്തോലി തോരനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കാന്താരി ഒരു 10-20 കാന്താരി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു കഷ്ണം, ഒരു കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ചെറിയ സവാള, ഇരുമ്പൻ പുളി ഒരു 8 എണ്ണം നടുകെ കീറിയത്, കറിവേപ്പില ആവശ്യത്തിന്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്ര ഐറ്റങ്ങൾ കൊണ്ടാണ് നമ്മൾ നെത്തോലി തോരൻ ഉണ്ടാക്കുന്നത്. നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ചീനിച്ചട്ടി ചൂടായ ശേഷം നമുക്ക് ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാള ഇട്ട് കൊടുക്കാം. ആ സവാളയൊന്ന് മൂത്ത് കിട്ടട്ടെ. സവാള മൂത്ത ശേഷം നമുക്ക് ഒരു കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുകൂടെ കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ നെത്തോലി തോരൻ ഉണ്ടാക്കുകയാണ്. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്യണേ. അത് മൂത്ത ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഒന്ന് വാടിയ ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, 2 സവാള നമ്മൾ അരിഞ്ഞു വെച്ചായിരുന്നു, അതിൻ്റെ അകത്തോട്ട് അതിട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ വെറൈറ്റി കാന്താരി, 20 കാന്താരിയോളം നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ വേറെ മുളകുകളൊന്നും ഉപയോഗിക്കുന്നില്ല, മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. കാന്താരിയാണ് ഇവിടെ നമ്മുടെ സ്പെഷ്യൽ. അതുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഇരുമ്പൻ പുളി, ഒരു 5-6 ഇരുമ്പൻ പുളിയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നത്, അതുകൂടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതോടെ അതിനകത്ത് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അങ്ങനെ അത് ചൂടായിരിക്കുകയാണ്. അത് ചൂടായി കഴിഞ്ഞ ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിന് ശേഷം മല്ലിപ്പൊടി ഒരു 2-2.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 സ്പൂൺ ഉപ്പ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്കിനി വെള്ളം ഒഴിക്കാം. അത് പൊടി നമുക്ക് മൂക്കേണ്ട ആവശ്യമില്ല, തോരൻ വെക്കാനാണ്. വെള്ളം കൂടെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് അത് ഇളക്കാം. ഒരു ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ, ചെറിയ ഗ്ലാസ്സിന് അതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ അത് നന്നായിട്ട് തിളച്ചു. അതൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടേ നമുക്ക് നെത്തോലി ഇടാവൂ, അല്ലെങ്കിൽ അത് വല്ലാതെ വെന്ത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഉള്ളിയൊക്കെ ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. അങ്ങനെ വളരെ വെറൈറ്റിയും രുചികരവുമായിട്ടുള്ള നമ്മുടെ നെത്തോലി തോരൻ എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണേ. വളരെ രുചികരമായിട്ടുള്ളതാണ്. ഇനിയാണ് തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 മുറി തേങ്ങയാണ് തിരുമ്മി നമ്മൾ വെച്ചിരുന്നത്, അതുകൂടെ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. തേങ്ങയ്ക്കൊന്നും അധികം വേവില്ല, അതുകൊണ്ടാണ് ആദ്യമേ ഇടാത്തത്. അത് നന്നായി ഇളക്കി. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പോരാങ്കിൽ മാത്രമേ പിന്നെ ശകലം ഇട്ട് കൊടുക്കാവൂ.
അങ്ങനെ അത് നന്നായിട്ട് വെന്ത ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അതിൻ്റെ പീരയെല്ലാം വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നെയ് നെത്തോലി ഇട്ട് കൊടുക്കാം. ചിലവർ ചൂട എന്നും പറയും. ചൂടയാണ് നെയ്ച്ചൂട എന്ന് പറയും ഇതിൻ്റെ പേര്. ഇനി ചില സ്ഥലത്തൊക്കെ എന്ത് പേരാണെന്ന് അറിയില്ല. നിങ്ങളുടെ പേരുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അങ്ങനെ നെയ് നെത്തോലിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, മീൻ പൊടിഞ്ഞു പോകാതെ വളരെ പതുക്കെ ഇളക്കിയാൽ മതിയാവും. അങ്ങനെ നമ്മുടെ നെയ്ച്ചൂട അല്ലെങ്കിൽ നെയ് നെത്തോലി തോരൻ മീനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 15 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്ക് നമ്മുടെ നെയ് നെത്തോലി തോരൻ ഇവിടെ റെഡി ആയിരിക്കുന്ന. ഇങ്ങനെ വെറൈറ്റിയും രുചികരവുമായിട്ടുള്ള ഈ നെയ് നെത്തോലി തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും അറിയിക്കണേ. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള നെയ് നെത്തോലി തോരൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ആ മീനിൽ നിന്നുള്ള വെള്ളം കൂടി അങ്ങോട്ട് ഇറങ്ങി നമ്മുടെ നെയ് നെത്തോലി തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. ഇതാണ് നമ്മുടെ രുചികരമായിട്ടുള്ള കാന്താരിയും ഇരുമ്പൻ പുളിയും കൊണ്ടുള്ള നെയ് നെത്തോലി തോരൻ. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കി വിവരങ്ങളൊക്കെ അറിയിക്കണേ. വളരെ രുചികരമായിട്ടുള്ള ഒരു തോരനാണ് നെയ് നെത്തോലി തോരൻ. കാന്താരിയും ഇരുമ്പൻ പുളിയും കൊണ്ടുള്ള നെയ് നെത്തോലി തോരൻ. ഇത്രയും നേരം നമ്മുടെ നെയ് നെത്തോലി തോരൻ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.